വീട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിലുള്ള ആക്രി എല്ലാം പിറക്കാനുള്ള പരിപാടിയാണ് നമ്മൾ രണ്ടുപേരും. പുള്ളി ആക്രി പിറക്കുവാണ്, ഫോണെ കളിക്കുകയാണ്. എന്തായാലും പുള്ളി ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ട് മാത്രം അതല്ല, നമ്മൾ വളരെ ചിട്ടയോടെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ആക്രിക്കടയല്ല, ഇതെന്റെ വീട്ടിലെ ബാക്ക് യാർഡാണ്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആക്രി കൊടുക്കാൻ വേണ്ടിയാണ്. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന യുവജനങ്ങളെ കണ്ട് നിങ്ങൾ പ്രശംസിച്ച് കമന്റ് ഇടുവിൻ. അടുക്കി വെച്ച സാധനങ്ങൾ കുറച്ചായിട്ട് നമുക്കിനി വണ്ടിയിലോട്ട് കയറ്റി ആക്രി കൊടുക്കാൻ പോകാം. വളരെ മനോഹരമായി വണ്ടി ഓടിക്കുന്ന ജിബിൻ സാറാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ വണ്ടി അവന് ഓടിക്കാൻ കൊടുത്ത എന്നെ വേണം നിങ്ങൾ പ്രശംസിക്കാൻ. ഒന്നും പരിക്കുകളൊന്നും പറ്റാതെ നമ്മൾ സോമൻചേട്ടന്റെ കടയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സോമൻചേട്ടന്റെ ആക്രിക്കട. അവിടെ എന്തായാലും സാധനങ്ങളൊക്കെ ഒന്ന് വേർതിരിച്ച് തൂക്കി ബില്ലിട്ടോണ്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ് നമുക്ക് ജിബിൻസാറിന്റെ മുഖത്ത് കാണാൻ പറ്റുന്നത്. എന്തായാലും വന്ന് സ്വീകരിക്കുമ്പോൾ സെൽഫി എടുത്തേക്കാം. അപ്പം ഫുൾ സെറ്റിൽമെന്റ് ക്യാഷ് അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിൽ വീണ്ടും വണ്ടി ഞാൻ ജിബിൻ സാറിന് കൈമാറുകയാണ്. സുഹൃത്ത്, തിരിച്ചും അവൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. തിരിച്ച് വീട്ടിലെത്താമെന്ന പ്രതീക്ഷയോടെ ഞാൻ വണ്ടിയിലേക്ക് കയറിയാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും പണിയെടുത്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ മമ്മി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഇട്ട് തന്നിരിക്കുകയാണ്. കൂടാൻ ചേട്ടായും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ജിബിൻ സാറിന്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജീവനോടുണ്ടെങ്കിൽ അത് ഇനിയും കാണാം, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഫോൺ നമ്മൾ എന്തായാലും സാമ്പത്തികം വന്ന സ്ഥിതിക്ക് സാമ്പത്തിക വിനിമയം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ എക്കണോമി നിലനിൽക്കൂ എന്ന് ആരോ പുള്ളി വിളിച്ചു പറയുകയാണ്. നമ്മളെ സന്തോഷത്തോടെ യാത്രയാക്കിയാണ് മമ്മി ഇവിടെ. നമ്മൾ നേരെ പോകുന്നത് സാമ്പത്തിക വിനിമയം നടത്താൻ വേണ്ടി ബാർബിക്യൂ ഇന്നിലോട്ടാണ്. അവിടെ ചെന്നു ഒന്നും നോക്കിയില്ല, ഒരു ബാർബിക്യൂ ഓർഡർ ചെയ്തു. ഞങ്ങൾ 3 പേരും വളരെ സന്തോഷപരമായിട്ട് കഴിച്ചു. അതിന്റെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും മുഖത്തും മനസ്സിലുമുണ്ട്. അധ്വാനിച്ച് കഴിക്കുന്നതിന്റെ മറ്റൊരു സന്തോഷവും ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. എന്തായാലും കഴിച്ചു, ഇഷ്ടപ്പെട്ടു. അവിടുന്ന് നേരെ ഇറങ്ങി വയറൊക്കെ നിറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ചായയും കൂടെ കുടിച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.